ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സ്വന്തം തന്നെയല്ലേ? അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചില്ല എല്ലാവരും. ഇൻഷാ അല്ലാഹ് ഞങ്ങളും കുഴപ്പമില്ലാത്ത രീതിയിൽ പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ ചെറിയൊരു ഔട്ടിങ് വീഡിയോ ആണ്. ഇതിന് നമ്മൾ ദമാമിലേറ്റം പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലാതെ പെട്ടെന്നുള്ളൊരു തീരുമാനം എനിക്ക് ദമാം പോവാന്നുള്ളത്. അതും കൂടെയുള്ള ഫ്രണ്ട്സ് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കിയപ്പോൾ നമ്മളങ്ങനെ പെട്ടെന്ന് മുനീനെ കൊണ്ടേക്കാൻ വലിയ ആങ്ങളാം അസീസിയെന്ന് വന്ന് ഓനെ കൊണ്ടേക്കാൻ പോയിരുന്നു. അവനെ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോഴാണ് കേട്ടോ അങ്ങനെ പോവല്ലേ എന്നുള്ളൊരു ഓപ്ഷന് ഫ്രണ്ട്സൊക്കെ വെച്ചത്. അപ്പോൾ അങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകലുണ്ടായതാണ് കേട്ടോ. രാത്രിയാണ് നമ്മൾ ഇവിടുന്ന് പോണത്. അതുകൊണ്ടാണ് ഇവിടെ പോണ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. റിയാദിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അതുകൊണ്ടാണ്. രാത്രിയാണ്, പിന്നെ ഫുള്ള് മരുഭൂമി കൂടിയാണ് നമ്മൾ പോരുന്നത്. ദമാമിലൊക്കെ മുന്നേ വന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണേ. നമ്മൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ റിയാദിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ. ദമാമക്ക് പോയിരുന്നത് തന്നെ ഒരു 9 മണി ആയിട്ടാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനം ഇനി അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് പോകുന്നത്. അവിടെ പുലർച്ചെ 3 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയത്. കുട്ടികളൊക്കെ ഒന്ന് വിശ്രമിച്ച് ടോയ്ലറ്റിലൊക്കെ പോയി നിസ്കരിച്ചാനൊക്കെ ഇറങ്ങി അങ്ങനെ സാവധാനം പോകുന്നതുകൊണ്ട് തന്നെ അത്രയും നേരമായിട്ടോ. പിന്നെ എല്ലാവരും വന്ന് നേരെ കിടന്നുറങ്ങുക ചെയ്തത്. റൂം എടുത്തു വെച്ചിരുന്നു. ഫസ്റ്റ് എത്തിയ ഫാമിലി ബാവക്കാക്കിയും ഫാമിലി ഉണ്ടായിരുന്നു, അതുപോലെ ഷെഫീഖാക്കി ഫാമിലിയും. അങ്ങനെയല്ല ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ അറിയാം ബാവക്കാക്കാരാ ഷെഫീഖാക്കാരാന്നൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ. നമ്മളെ മിക്കവാറും വീഡിയോസിലും കാര്യങ്ങളൊക്കെ അവരും ഉണ്ടാവരുണ്ട്. ദമാമിലെത്തി ഫസ്റ്റ് ഡേ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ആണുങ്ങളൊക്കെ പള്ളിയിലൊക്കെ പോയി വന്ന് അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വാങ്ങി തന്നിട്ടാണ് അവർ പോയത് കേട്ടോ. അവർ വന്നപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഒക്കെ നിന്നു. എന്നിട്ട് അവരും ഫുഡൊക്കെ കഴിച്ച് റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. ഉച്ചൻ്റെ സമയമാണ്. അപ്പോൾ നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ദമാമിൽ റിയാദിനേക്കാൾ ചൂടുണ്ട് തോന്നണം. അങ്ങനെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഇടയിലൊരു ബക്കാലയിലൊക്കെ നിർത്തി അവിടുന്ന് കുറച്ച് വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങി മക്കൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാങ്ങി നമ്മൾ നേരെ പോയത് ദമാമിലുള്ള വലിയൊരു ഫിഷ് മാർക്കറ്റ് കണ്ടിട്ട് പോയത്. നമ്മൾ ഷെഫീഖാക്കാൻ്റെ അളിയൻ ഇവിടെയാണ് മുന്നേ വർക്ക് ചെയ്തിരുന്നൊക്കെ. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ നമ്മൾ കൂടെ ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാക്കിയിരുന്നു കേട്ടോ, സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനും എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഷ് മാർക്കറ്റിൽ വന്നത്. ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ഷോപ്പിലാട്ടോ പോയത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കാല് നല്ല വേദന ഉണ്ടായിരുന്നു. ഷൂ എന്താണെന്നറിയില്ല, കാലിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷൂ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഷൂ വാങ്ങാൻ വേണ്ടി കയറിയിട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങി അവിടുന്ന് ഗ്രില്ല് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഗ്യാസ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി തിരഞ്ഞെടുക്കാം കേട്ടോ. പെരുന്നാളായതുകൊണ്ടും കടകളൊക്കെ ഒന്നും ഓപ്പൺ അല്ല, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്യാസ് കിട്ടാൻ നല്ല പാടുപെട്ടു കേട്ടോ. കുറച്ച് നേരം നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടോ ഗ്യാസ് കിട്ടാൻ മാത്രമായിട്ട്. അങ്ങനെ കുറേ തിരഞ്ഞിട്ടാണ് നമുക്ക് ഗ്യാസ് കിട്ടിയത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ സിഗ്നലിൽ നിന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നിച്ചുട്ടൻ പറഞ്ഞു ആരടാ ബിൽഡിങ്ങിൻ്റെ മുകളിൽ സൈക്കിൾ കയറ്റി നിർത്തിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു കൗതുകത്തിനൊരു വീഡിയോ എടുത്തതാണ്. നമ്മൾ സിഗ്നലിൽ നിൽക്കുകയാണ് കേട്ടോ. ഗ്യാസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു ലൊക്കേഷൻ ഉണ്ട് പറഞ്ഞിട്ട് അതിൽ പോവുകയാണ്. നമുക്ക് ദമാമിലും ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും അങ്ങനെ വരുന്നതെന്നല്ലാതെ നമ്മൾ ദമാമിൽ അറിയാത്തത് കൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ലൊക്കേഷൻ നോക്കി ഓരോ സ്ഥലം നോക്കി നടക്കുക കേട്ടോ. പിന്നെ നല്ല ഉച്ചൻ്റെ സമയം അവരെ AC എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ വണ്ടിയിലാണ് സെഫിയും മക്കളൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ AC എന്തോ ചെറിയൊരു തണുപ്പിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മക്കളൊക്കെ ചെറിയ മക്കളായതുകൊണ്ട് നമ്മളെ വണ്ടിയിലാണ് അവരുണ്ടായിരുന്നത്. അവരൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്യാസ് തിരഞ്ഞ് നടക്കുക കേട്ടോ. ഏതായാലും വന്ന് ഏതായാലും ഗ്യാസ് കിട്ടി. നമ്മൾ റെഡി ആയിട്ടോ. അതൊക്കെ ഇതാക്കിയിട്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ബീച്ചിലാണ് പോണേ. ഹാഫ് മൂൺ ബീച്ച് ഉണ്ട് ദമാമിൽ, പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ പോണത്.
കറക്റ്റ് ഒരു 4-5 മണിയായപ്പോൾ നമ്മൾ ഹാഫ് മൂൺ ബീച്ചിൽ എത്തിക്കണമെങ്കിലും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോഴും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഇതേപോലെ കുറേ ഗ്യാസിന് തിരഞ്ഞ പോലെ പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ കുറേ തിരഞ്ഞു കേട്ടോ. കാരണം നല്ല തിരക്കായിരുന്നു, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. റിയാദിലും ദമാമിലുള്ള ആൾക്കാർ ഫുള്ളായിട്ട് ഇവിടെ ഉണ്ട് തോന്നിപ്പോട്ടോ, അത്ര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് ഏതായാലും കുറേ കറങ്ങി തിരിഞ്ഞ് ഏതായാലും നമുക്കൊരു പാർക്കിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കാക്ക് അവിടുന്ന് കൈ വീശി കാണിക്കാം കേട്ടോ, ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട്. ഒരു വിധത്തിൽ ഹാഫ് മൂൺ ബീച്ചിൻ്റെ ഒരു സൈഡിൽ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മളൊന്ന് സെറ്റായി നിന്നപ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് അവിടെ ചെറിയ മക്കൾക്ക് ചാടാൻ പറ്റില്ല, അവിടെ സ്വിമ്മിങ് നോട്ട് അലൗഡാണ് എന്ന് പറഞ്ഞിട്ടോ, അവിടെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അവരെ സന്തോഷവും കാര്യങ്ങളത്തിനും അല്ല. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് പിന്നെയും പോന്നു കേട്ടോ. അവിടുന്ന് പോന്ന് കുറച്ച് അപ്പുറത്തൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയാണ്ട് പാർക്ക് ചെയ്തിട്ടോ. അവിടെയാണ് നമ്മൾ ഇറങ്ങാനും ഇതിനൊക്കെ നിന്ന് ഗ്രില്ല് ചെയ്യാനും എല്ലാത്തിനും സൗകര്യം അവിടെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ടോ. അങ്ങനെ അവിടെ എത്തി പാർക്കിങ്ങൊക്കെ നല്ല സേഫായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തി നമ്മൾ ബീച്ചിൽ ഇറങ്ങിട്ടോ. അവിടെ ഏതായാലും ചെറിയ മക്കൾക്കൊന്നും ഇറങ്ങാൻ കഴിയില്ല, അവിടെ പാർക്കിങ്ങും കിട്ടാൻ ബുദ്ധിമുട്ടായി. അങ്ങനെയൊക്കെ നിന്ന് അവിടുന്ന് പോയൊക്കെ നമുക്ക് കുറച്ച് അപ്പുറത്ത് സ്ഥലമുണ്ട്, മക്കൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ അതിലാറ് വലിയ തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളും പാർക്കിങ്ങൊക്കെ ഏതായാലും നല്ല ഇതിൽ തന്നെ കിട്ടി. പക്ഷേ വെള്ളത്തിലിറങ്ങാനും ഇതിനൊക്കെ തിരക്കുണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒന്നും ഇതേപോലെ വെയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിലൊരു സെക്യൂരിറ്റി ഗാർഡ് വന്നൊക്കെയാണ്, ഒരു കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞാണ്ട് വന്നതാണ് കേട്ടോ. കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞ് വന്നുകൊണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ഒന്ന് കുറച്ച് നേരം കളിച്ചാണ് നമ്മൾ അവിടെ നിന്ന് കയറി. കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടീനെ കൂടി കാണാനില്ല എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് നമ്മൾ പിന്നെ കുറേ നേരം കളിച്ചതല്ലേ, പിന്നെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. അതുകൊണ്ട് പിന്നെ നമ്മൾ മക്കളെയും കൊണ്ട് പെട്ടെന്ന് കയറിയിട്ട് ആണുങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മക്കളെയും കൊണ്ട് അവരെ നോക്കാനും അവരെ വെള്ളത്തിൽ കളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. ബാവക്കാക്കിയും അതുപോലെ ഷെഫീഖാക്കിയും ഇതാണ് അവരുടെ അളിയനെന്ന് പറഞ്ഞത് കേട്ടോ. മീൻ ചുടാനും ഇതിനൊക്കെ ഇരിക്കണേ അവരാണ് അളിയന്. കാരണം ഓരോക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളൊക്കെ നല്ല ഹാപ്പി ആയി, എല്ലാവരും നല്ല ക്ഷീണിച്ച് നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ, വിശക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അവർ. ആദ്യത്തെ ട്രിപ്പ് ഗ്രില്ല് ചെയ്തത് മക്കൾ തന്നെ കഴിച്ചു കേട്ടോ. അവർ ടേസ്റ്റ് വെക്കാനെന്ന് പറയാണ്ട് എടുത്തിരുന്നാണ്ട് അവർ തന്നെ കഴിച്ചു. പിന്നെ ബാക്കി കുബൂസും പൊറാട്ടയും മറ്റെന്തെങ്കിലും ചോറൊക്കെ വാങ്ങാനെന്ന് പറയാണ്ട് ബാക്കാക്കി ഷെഫീഖാക്കിയും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളടുത്ത് എണ്ണയൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇനി പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുറേ ഫിഷും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഗ്രില്ല് ചെയ്ത് കുറച്ച് പൊരിച്ചെടുത്തു ഒക്കെ ചെയ്തു. മക്കളൊക്കെ ചെറിയ മക്കളായതുകൊണ്ട് അവരൊക്കെ ഉറങ്ങിപ്പോണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. നമുക്കൊക്കെ ഗ്രില്ല് ചെയ്ത് തന്നെയാണ് എടുത്തത്. ഇവിടെ വന്ന് ഫിഷ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായിട്ടോ. നമ്മളില്ല മസാല പൊടികളും കാര്യങ്ങളൊക്കെ കൂട്ടി ഗ്രില്ല് ചെയ്യുമ്പോഴായാലും നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ ഇല്ല മസാലപ്പൊടി മുഴുവൻ കൂട്ടണില്ലാറും നല്ലത് വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പെപ്പർ പൗഡറും അതായത് കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂട്ടിയാണ്ട് വെറുതെ മക്കൾക്ക് മാത്രം അങ്ങനെ എരിവില്ലാതിരിക്കാൻ വേണ്ടി മക്കൾക്ക് മാത്രം അങ്ങനെ ചെയ്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കൊടുത്തു നമ്മളെല്ലാവരും കഴിച്ച് തിരിച്ച് നമ്മൾ റിയാദൊക്കെ പോരാട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.